ഇതിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് സ്ഥലത്തിൻ്റെ പേരെന്താ ചേട്ടാ? കൊമ്പൂത്തിയില്ല. കൊമ്പൂത്തി ഇപ്പം ഈ ഒരു വീഡിയോയിൽ വരാൻ കാരണമേ ഞങ്ങൾ എല്ലാ വർഷവും വന്ന് സൂതൻ ചേട്ടൻ്റെ ഇന്ന് തേൻ വാങ്ങിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഞങ്ങളൊരു 4 മണിയായപ്പോൾ വന്നപ്പോൾ ഞങ്ങളോട് പറഞ്ഞ് ഷാജാനെ, നമ്മുടെ ഒരു പഴയ സുഹൃത്താണ്, ഷാജാനെ തേൻ ഇപ്പോൾ പകൽ എടുത്തതൊക്കെ തീർന്ന് രാത്രി തണ്ടി കാണുന്ന മരം കണ്ടു. സൂതൻ ചേട്ടൻ്റെ പറമ്പിൽ ഇരിക്കുന്ന ചീനി മരമായത്. ഇതിൻ്റെ മണ്ടയ്ക്ക് തേനുണ്ട്, നല്ല ഫ്രഷ് തേൻ എടുത്തുതരാം, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ സൂതൻ ചേട്ടൻ തേൻ എടുക്കുന്നത് അല്പം വാങ്ങിച്ചുകൊണ്ട് പോകാനും കഴിക്കാനും ഒക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ അതിൻ്റെ കഷ്ടപ്പാടാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കണ്ടോ, ഈ മരത്തിൽ ഈ വള്ളിയിൽ കൂടി അതിന്റെ മണ്ടയ്ക്ക് കയറിയുള്ള തേനീച്ചയുടെ കുത്തു ഒത്തിരി പേരുണ്ട് ഇതിനകത്ത്. ഭയങ്കര റിസ്ക്കാണ്. ഒത്തിരി നേരത്തെ അല്ലേ, ഒത്തിരി നേരത്തെ പ്രയത്നമാണ്. ഇതിങ്ങനെ ഏണി പോലെ കെട്ടി 2 മണിക്കാ, രാത്രി 2 മണി. ഒരുപാട് സമയം ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഇരുന്ന് കാണാൻ വേണ്ടി. ഇത്ര ആൾക്കാർ ചാണെടുത്തോ. കഴിക്കാൻ വേണ്ടിട്ട് സുരേഷേട്ടനെ ബന്ധപ്പെട്ടപ്പോഴാണ് സൂതൻ ചേട്ടൻ ആരും പറയുന്നത് അല്ലേ? ഏറ്റവും നല്ല തേൻ കിട്ടണമെങ്കിൽ എവിടെ വരണം? സുഗതൻ ചേട്ടനെ കാണണം. ഈ തേൻ എടുക്കുന്നത് പറഞ്ഞാൽ ചെറിയ സംഭവം അല്ലാണ്ട് ഈ മരത്തിന്റെ ഏറ്റവും ടോപ്പിൽ നിന്ന് തേൻ എടുക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നല്ല തേൻ കഴിക്കണമെങ്കിൽ സുഗതൻ ചേട്ടൻ വിചാരിക്കണം പുള്ളി പൊക്കി പിടിച്ചിട്ടല്ല, പുള്ളി കേറാൻ വേണ്ടി കറക്റ്റായി നിൽക്കുക. ഡ്യൂപ്ലി തേൻ വിൽക്കുന്നിടത്ത് നല്ല തേൻ എടുക്കുന്ന എന്താ റിസ്ക് ഉണ്ടാവും? അത് എന്താ അറിയോ, ഡ്യൂപ്ലി തേൻ, പഞ്ചസാര തേനൊക്കെ ഒരുപാട് ആൾക്കാർ വാങ്ങി കഴിക്കുന്നുണ്ട്, എന്നാൽ അസുഖം മാറുന്നില്ല. ഒറിജിനൽ തേനാണ് ഇവരെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. ഇത് എങ്ങനെയാണ് ഇവര് തേൻ ബിസിനസ്സാണ് പുള്ളിക്ക്, എന്നാൽ എങ്ങനെ എടുക്കുന്നത് നോക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ വന്നത്. അപ്പൊ ഒറിജിനൽ തേൻ വിശ്വസിച്ച് മേടിക്കാം. 2 മണിക്ക് രാത്രി, ഇപ്പൊ രാത്രി 2 മണിയായി. രാത്രി 2 മണി വരെ ഉറക്കം വെച്ച് കാത്തിരുന്നിട്ട് വേണം ഇത് കയറാൻ. വെട്ടം കുറഞ്ഞിട്ട് വേണം എടുക്കാൻ. എനിക്ക് 2 മണിയായി, 4 മണിയാണ് കയറി എടുക്കണമെങ്കിൽ. രാവടിയുമ്പോ ഇരുട്ട് വേണം, അല്ലെ കുത്തി താഴെ ഇറക്കും, കൊല്ലും. ഉറക്കം ചവിട്ടിരിക്കും, ഇവിടെ കുത്തിയിരിക്കും. 4 മണി ഉറക്കം വെച്ച് നിക്കാന്ന് പറഞ്ഞാല് ഭയങ്കര റിസ്ക് തന്നെയാണ്. ഇതാണ്ടോ എത്ര ഹൈറ്റിൽ കയറണം നോക്കാം. ഒരുപാട് തേന്റെ കൊമ്പുകളുണ്ട്, അതിൽ കൂടെ ഒക്കെ പോണ. കയറിയതാ ഞാൻ കയറാം. പരിപാടി ഉണ്ട്. കമ്പലൂട്ടി പറയുന്ന കാരെടുത്ത് ഉടക്കോ. ഇതിങ്ങനെ ഇട്ടിരിക്കുന്നേ ഇത് കണ്ടിച്ചില്ലടാ. ഇല്ല, അത് കണ്ടിച്ചൂടാവോ? അവിടെ വെച്ച് കണ്ടിച്ചോട്ടെ. ഇവിടെ വെച്ച് താഴെ 2 വാക്കത്തുണ്ട്. അതിനടുത്തില്ല, എന്റെ വാക്കത്തി കണ്ടില്ല. അവിടെ അന്നേരം എടുത്ത് വെച്ച വാക്കത്തി അത് കണ്ടില്ല. ഞാൻ വേറെ വാക്കത്തി എടുത്തു, അവരുടെ വാക്കത്തി അവിടെ കിടത്തി എടുത്ത് എടുത്തു. ഞാൻ പറയത്തില്ല. കണ്ടിച്ചിടും താഴെ നിലത്തേക്ക്. അല്ല, അവിടെ എണീച്ചിട്ടോ മണ്ടേ കയറാൻ. ശരി, ഈ സൈഡിൽ ചവിട്ടി കയറിപ്പോ, ഇങ്ങനെ സൈഡ് ആ സൈഡിൽ തന്നെ ചവിട്ടി കയറിപ്പോ.
മുഴയാണ് അതിന് അപ്പുറത്തെ. അതിന്റെ അപ്പുറത്ത് മുഴയുണ്ട്. ആ കേറിയില്ല. മൂട്ടിന് മാറുന്നു വ്യത്യാസമുള്ളതുകൊണ്ട് ചോട്ടിന് മാറുന്നു. ആ കേറി. ആ ആപ്പടിക്കാൻ ചിലപ്പോൾ അങ്ങോട്ട് മാറുമായിരിക്കും. ആപ്പടിക്കാൻ അങ്ങോട്ട് മാറും. ആപ്പടിക്ക് അങ്ങോട്ട് മാറുന്നുണ്ട് കേട്ടോ. എടി മാറുന്നുണ്ടോ? വലത്തോട്ട് മാറുന്നുണ്ട്. വലത്തോട്ട് ഞാൻ പറഞ്ഞ ഇടത്തോട്ടാ പോകുന്നെന്ന് പറഞ്ഞു. മണ്ടവണ്ട് വലത്തോട്ട് മാറുന്നുണ്ട്. ആ അത് തന്നെ ഞാനും പറഞ്ഞത്. അപ്പുറത്തെ കമ്പിയല്ലേ വലത്തോട്ട് പോരാതിരിക്കാനായി പാറവളം കെട്ടുന്നതെന്ന് പറഞ്ഞത്. മനസ്സിലായോ? അവിടെ നിന്ന് ഇപ്പൊ അങ്ങോട്ട് പറ്റിയല്ല. ഇടത്തോട്ട് പോകാനല്ല, നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു അവിടെ മണ്ട അങ്ങോട്ടായി അതാ പറഞ്ഞത്. വലത്തോട്ട് പോകുമ്പോ ഈ മരത്തിന്റെ ഇടയിലേ പോകും. പാപ്പ നിൽക്കുന്നവിടെ തൊട്ട് ഇടത്തോട്ട് പറഞ്ഞു. ആ ഇടത്തോട്ടാ പറഞ്ഞത്. ഇവിടം വലത്തോട്ട് പോകുന്നുണ്ട് ഞാൻ. അതല്ല മണ്ടയുടെ കാര്യമല്ല, വലത്തോട്ട് പോകുന്നോണ്ടാണ്. മണ്ട ഇപ്പൊ വലത്തോട്ടാ പോകുന്നു. വലത്തോട്ട് പോകാതിരിക്കാനാ കെട്ടുന്നത് സംഭവം. ഇപ്പൊ അതുകൊണ്ട് പോയിട്ട് അവിടെ കയറിയിട്ട് മേളിലോട്ട് എറിഞ്ഞ് പിടിച്ചിട്ട് വലത്തോട്ട് എടുത്തിട്ട് പോയി കയറി. അവിടെ മതി. കഴിക്കുന്നവർക്ക് ഇതുമില്ല അറിയണം. ഒന്നും അറിയില്ല. നമ്മളിവിടെ വന്ന് സ്ഥിരം ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും അറിയത്തുള്ളൂ. കണ്ടറിയുമ്പോഴത്തന്നെ ഭയങ്കര ഞങ്ങൾ ഇതെല്ലാം പറഞ്ഞോണ്ടിരിക്കുക. ഇതിന്റെ വില പോയത് ഇമാര് വെച്ച് ശർക്കര ഇളക്കി നാടൻ്റെ നമ്മൾ വളർത്തുന്നതിന് കടന വാങ്ങിക്കുന്നത് ആ സാധനം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഈ റബ്ബറിന്റെ ഇല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ വളർത്തുന്ന ആ ഒരു സാധനത്തിന് മാത്രം. ഇതെന്ന് പറയുന്നത് കാടായോണ്ട് കാട്ടിലുള്ള പൂമ്പൊടിയാണ് എടുത്ത് വയ്ക്കുന്നത്. ഇതിങ്ങനെ കെട്ടുന്ന പള്ളി